മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്ത് പിടിക്കപ്പെട്ടാൽ നേരിടേണ്ടി വരുന്ന നിയമ നടപടികൾ എന്തൊക്കെയാണ്? പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ലോ പോയിന്റ്. മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ് ഇപ്പോൾ വളരെ സജീവമായിട്ട് ചർച്ചയിൽ വരുന്നത്. 2-3 കാറ്റഗറി ആയിട്ടാണ് മയക്കുമരുന്നിൻ്റെ കുറ്റവും ശിക്ഷയും ഒക്കെ വരുന്നത്. ഒന്ന് ഇത് ഉപയോഗിക്കുന്നത്, മറ്റൊന്ന് ഇത് വിൽക്കുന്നത്, മറ്റൊന്ന് ഇത് ബൾക്കായിട്ട് സ്റ്റോർ ചെയ്തിട്ട് വിതരണം ചെയ്യുന്നത്. ഇങ്ങനെ 3 തരത്തിലാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പം ഈ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിപ്പം ഒരു ക്യാൻസർ പോലെ കാർന്ന് തിന്നുകയാണ് ഈ യുവ സമൂഹത്തിന്. അത് നമുക്കറിയാം. അത്രയും ജനറലായിട്ട് പറയണ്ടെങ്കിലും കാരണം യുഎയിലും അതുപോലെ തന്നെ പലപ്പോഴായിട്ട് ഇത് കാണുന്നുണ്ട്. ചിലരും പല പാർട്ടികൾ ഈ കൊച്ചു ഹോം പാർട്ടീസ്, അതുപോലെ തന്നെ കൊച്ചു പബ്ബിൽ പാർട്ടീസ്, അതൊക്കെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് ചെറിയൊരളവിലല്ലേ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, യുഎയിനെ സംബന്ധിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കുകയും അതുപോലെ തന്നെ ഈ നാർക്കോട്ടിക്സ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് 0 ടോളറൻസ് ആണ്. 1% പോലും അവരതിനെ അനുവദിക്കുന്നില്ല. ഒരു കാരണവശാലും ഈ മയക്കുമരുന്ന് ഉപയോഗം ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല. അപ്പം ഇത് നമ്മൾ കൂട്ടുകാരെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ആ വാഹനത്തിൽ ഉപയോഗിക്കപ്പെട്ടാൽ അങ്ങനെ ആ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ കൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ അത്തരം ഗ്യാങ്ങുകളിൽ ഒരുമിച്ചിരിക്കുക. ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പിടിക്കപ്പെടാൻ അത് വലിയൊരു കാരണമൊന്നുമല്ല. ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ ആ ഉപയോഗിക്കുന്ന ഗ്യാങ്ങിൽ പെട്ടാൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിൽ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് സ്റ്റോക്ക് ചെയ്യുക, പല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്യുക, ഉപയോഗിക്കുന്നതിന് വേണ്ടി സ്റ്റോക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഇത് വിൽക്കുന്നതിന് വേണ്ടി സ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ യുഎനെ സംബന്ധിച്ച് വധശിക്ഷ വരെ ആയിരുന്നു ഈ ശിക്ഷ. ഇപ്പോൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് വരെ എത്തിയിട്ടുണ്ട്. 1 മില്യണിനും മേലെ ഫൈനുണ്ട്. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ കോളേജിൽ പഠിക്കുന്ന ആ ടീനേജ് പ്രായത്തിലുള്ള ആളുകളുടെ ഇടയിൽ ഈ ഉപയോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്നുള്ളത് യുഎയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ കേർട്ടൽ ചെയ്യാനായിട്ട് വളരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും നമ്മുടെ വീടുകളിൽ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇപ്പം MDMA, സ്റ്റാമ്പ്, സ്റ്റിക്കർ, ഇതൊക്കെ അപ്പോൾ എല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.